ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ, നിർണായക ചർച്ചകൾ ഖത്തറിൽ നടക്കും. ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധി സംഘം പങ്കെടുക്കുന്നുണ്ട്. യുഎസിന്റെ പിന്തുണയുള്ള മധ്യസ്ഥരുടെ ക്ഷണം മാനിച്ചാണ് ചർച്ചകളിൽ ഇസ്രായേൽ പങ്കെടുക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾക്കായി ശനിയാഴ്ച കെയ്റോയിൽ ഹമാസ് സംഘം ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന, ഖത്തറിന്റെ മധ്യസ്ഥത്തിൽ ഒരു നിർണായകമായ ചർച്ചയാണ് നടക്കുന്നത്. മധ്യസ്ഥരുടെ ക്ഷണം മാനിച്ച് ഇസ്രായേൽ കൂടി പങ്കെടുക്കുമ്പോൾ ഒരു സംഘർഷാന്തരീക്ഷം കുറയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഖത്തറിലേക്ക് പ്രതിനിധികളെ ഇസ്രായേൽ അയച്ചിട്ടുണ്ട്. യുഎസുമായി അടുപ്പമുള്ള രാജ്യങ്ങളുമായുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. മറ്റു വിവരങ്ങളൊന്നും ഇസ്രായേൽ കൈമാറിയിട്ടില്ല. ഒപ്പം തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് നേരത്തെ തന്നെ ഹമാസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളെ കൈമാറുന്ന വേളയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ഹമാസ് ഈ ബന്ദികളെ കൈമാറുമ്പോൾ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് അവരെ അപമാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രായേൽ കാലതാമസം വരുത്തിയിരുന്നു. ഈ ബന്ദികളെ കൈമാറുന്ന വേളയിൽ അവരുടെ വീഡിയോയും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതടക്കം അപമാനകരമായ നടപടിയാണ് ഹമാസ് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഇസ്രായേൽ ഉന്നയിച്ചിരുന്നത്. അതൊക്കെ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രണ്ടാം ഘട്ട ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, നിർണായക ചർച്ചകളിലേക്കൊക്കെ ഇനി കടക്കുന്നത്. ഇനി കൈമാറാനുള്ളത്, ഹമാസിന്റെ പക്കലുള്ളത് 24 ബന്ദികൾ ജീവനോടെയും 35 പേരുടെ മൃതദേഹവുമാണ് ഹമാസിന്റെ പക്കലുള്ളത്. ആദ്യഘട്ടത്തിൽ 25 ബന്ദികളും 8 മൃതദേഹങ്ങളുമാണ് ഹമാസ് കൈമാറിയത്. 2000-ഓളം തടവുകാരെ ഇസ്രായേലും കൈമാറിയിരുന്നു. എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പേരെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്ന ആശങ്കകൾ അത് ഇനി രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവില്ല. കാരണം രണ്ട് രാജ്യങ്ങൾക്കും സ്വീകാര്യരായ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തന്നെയായിരിക്കും ഇനി ചർച്ചകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരുവരും ഈ ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് തയ്യാറായി. ഇസ്രായേലും ഹമാസും ഒരുപോലെ വരുന്നത് ഏറെ സമാധാനപരവും അതുപോലെ തന്നെ ആശങ്കകൾ കുറയ്ക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ശരി, ഷംനാണ് വിവരങ്ങൾ നൽകിയത്.